ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് സർഫസ് കെമിസ്ട്രിയുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കൊളോയിഡ്സിന്റെ മൂന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ, ഒരു കൊളോയിഡിലുള്ള പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ നമുക്ക് കൊളോയിഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസിഫിക്കേഷൻ, കൊളോയിഡിനെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നാച്ചർ ഓഫ് ഇന്ററാക്ഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ സൈസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ പാർട്ടിക്കിളിന്റെ സൈസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കൊളോയിഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൊളോയിഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്, മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്. രണ്ടാമത്തത് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്, മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്. മൂന്നാമത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അപ്പോൾ പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ നമുക്ക് കൊളോയിഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്, മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് ടൈപ്പ് കൊളോയിഡ്സിനെ കുറിച്ചാണ്. എന്താണ് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്, മാക്രോ മോളിക്യുലാർ കൊളോയിഡ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് നോക്കാം. ആ പേരിൽ തന്നെയുണ്ട് എന്താണ് മൾട്ടി മോളിക്യുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ഇത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കൊളോയിഡ്സിനെയാണ് നമ്മൾ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഗോൾഡ് സോൾ അല്ലെങ്കിൽ മെറ്റൽ സോളുകൾ അല്ലെ. ഗോൾഡ് സോൾ, ഈ ഗോൾഡ് സോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ഗോൾഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് 1 നാനോമീറ്ററിനെക്കാളും ഒരുപാട് ചെറുതായിരിക്കും അല്ലെ. അപ്പൊ ഒരു ഗോൾഡ് പാർട്ടിക്കിൾ അല്ല അവിടെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, മറിച്ച് ഒന്നിലധികം ഗോൾഡ് പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു കൊളോയിഡൽ ഫോം അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പം ഒന്നിലധികം ഗോൾഡ് ആറ്റങ്ങൾ അഗ്രിഗേറ്റ് ചെയ്ത് 1 നാനോമീറ്ററിനെക്കാളും കൂടുതൽ സൈസിലുള്ള അല്ലെങ്കിൽ 1 നാനോമീറ്ററിനെക്കാളും ചെറുതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കൊളോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഗോൾഡ് ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിലും ചെറുതാണ്. അപ്പോൾ ഒന്നിലധികം ഗോൾഡ് പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന കൊളോയിഡ്സിന് പറയുന്ന പേരാണ് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്. അപ്പോൾ എന്താണ്? ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൺസിസ്റ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ഓഫ് ആറ്റം ഓർ സ്മോൾ മോളിക്യൂൾസ്. ആർസെനിക് സൾഫൈഡ് അല്ലെങ്കിൽ സൾഫർ സോൾ എങ്ങനെ ഫോം ചെയ്യുന്നു? S8 മോളിക്യൂൾ, ഒരുപാട് S8 മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ മൾട്ടി മോളിക്യുലാർ കൊളോയിഡിന്റെ കേസിൽ എന്താണ്? ആറ്റങ്ങൾ അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ലെസ് 1 നാനോമീറ്റർ സൈസുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൊളോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ഓഫ് ആറ്റംസ് ഓർ സ്മോൾ മോളിക്യൂൾസ് ഓഫ് ഡയമീറ്റർ ലെസ് 1 നാനോമീറ്റർ. ഇങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്. ഓക്കെ, മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്. ഇതിന് എക്സാമ്പിൾ ആണ് സൾഫർ സോൾ അല്ലെങ്കിൽ ഗോൾഡ് സോൾ. ഇതൊക്കെ മൾട്ടി മോളിക്യുലാർ കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് കൊളോയിഡ് ആണ് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്. മാക്രോ മോളിക്യുലാർ എന്ന് പറഞ്ഞാൽ എന്താ? മാക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ മോളിക്യൂൾസ് അല്ലെ. വലിയ മോളിക്യൂളുകളുടെ കൊളോയിഡ്സിനെയാണ് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്? മാക്രോ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, പോളിമേഴ്സ് എക്സെട്ര. അപ്പോൾ വലിയ മോളിക്യുലാർ മാസ് വളരെ കൂടിയ പ്രോട്ടീൻ പോലെയുള്ള അതൊക്കെ എന്ന് പറഞ്ഞാൽ മോളിക്യുലാർ മാസ് വളരെ കൂടുതലായിരിക്കും, വലിയ മോളിക്യൂൾസ് ആണ്. അതുപോലെ സ്റ്റാർച്ച്, സെല്ലുലോസ് പോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, പോളിമേഴ്സ് ഇതിൻ്റെയൊക്കെ സൈസ് 1 നാനോമീറ്ററിലും കൂടുതലാണ്.
അപ്പോൾ അവിടെ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മോളിക്യൂളിന് തന്നെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. കാരണം പാർട്ടിക്കിൾസ് മാക്രോ മോളിക്യൂളാണ്, സൈസ് കൂടുതലാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള മോളിക്യൂൾസ്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ മോളിക്യൂൾസിനെ നമ്മളൊരു സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? അതിനെ കൊളോയിഡ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ സ്റ്റാർസിന്റെ കേസിൽ പറയാം, സ്റ്റാർച്ച് ഒരു മാക്രോ മോളിക്യൂളാണ്. സ്റ്റാർസിനെ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? കൊളോയിഡ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. അപ്പോ മാക്രോ മോളിക്യുലർ കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്രോ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്, carbohydrate, polymers, etc. with suitable solvent അല്ലെങ്കിൽ with suitable dispersed medium form solution അല്ലെങ്കിൽ form colloids in which the size of macromolecules may be in colloidal range അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്രോ മോളിക്യൂൾസ്, പ്രോട്ടീൻസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, പോളിമേഴ്സ് പോലെയുള്ള മാക്രോ മോളിക്യൂൾസിനെ നമ്മളൊരു സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? അതൊരു കൊളോയിഡ് ആയിരിക്കും. കാരണം അവിടെ പാർട്ടിക്കിൾ സൈസ് ഒരു ട്രൂ സൊല്യൂഷനേക്കാൾ കൂടുതലാണ്. കാരണം മാക്രോ മോളിക്യൂൾസ് ആണ് അവിടുത്തെ പാർട്ടിക്കിൾസ് അല്ലെ. അതുകൊണ്ട് 1 നാനോമീറ്ററിലും കൂടുതൽ സൈസ് ഉണ്ടായിരിക്കും അതിന്. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന കൊളോയിഡിന് പറയുന്ന പേരാണ് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ്. എന്താണ്? മാക്രോ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, പോളിമേഴ്സ് എക്സെട്ര വിത്ത് സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയം ഫോം കൊളോയിഡ് നോൺ ആസ് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് സൊല്യൂഷൻ, പ്രോട്ടീൻ സൊല്യൂഷൻ, ഇതൊക്കെ. അതുപോലെ ചില സിന്തറ്റിക് പോളിമേഴ്സ്, പോളിയെഥിലിൻ, നൈലോൺ പോലെയുള്ള ചില സിന്തറ്റിക് പോളിമേഴ്സിനെയും നമ്മളൊരു സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളോയിഡ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ചില മാക്രോ മോളിക്യൂൾസിന് ഒരു സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളോയിഡ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ്. എക്സാമ്പിൾ സ്റ്റാർച്ച് സൊല്യൂഷൻ, പ്രോട്ടീൻ സൊല്യൂഷൻ, പോളിയെഥിലിൻ, നൈലോൺ എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് കൊളോയിഡ് ആണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്? എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അസോസിയേറ്റഡ് കൊളോയിഡിന്റെ പ്രത്യേകത, ചില സബ്സ്റ്റൻസ് ലോവർ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞ അവസ്ഥയിൽ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. നോർമൽ ഇലക്ട്രോലൈറ്റ് ആണ്, അത് കൊളോയിഡിന്റെ ഫോമിലേക്കൊന്നും മാറുന്നില്ല. ഒരു സാധാരണ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എന്നാൽ ആ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആ മിക്സ്ചറിൽ കൂടിക്കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ അതെന്ത് ചെയ്യുന്നു? ഈ സബ്സ്റ്റൻസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട്, അതിലുള്ള പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൊളോയിഡൽ ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്താണ്? സം സബ്സ്റ്റൻസ് വിച്ച് ആർ ഇൻ ലോവർ കോൺസെൻട്രേഷൻ ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ കുറഞ്ഞ അവസ്ഥയിൽ ജസ്റ്റ് ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ കോൺസെൻട്രേഷൻ കൂടിയാൽ, പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? ബട്ട് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ എക്സിബിറ്റ് കൊളോയിഡൽ ബിഹേവിയർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് കോൾഡ് മിസൽസ്. മിസൽസ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നു. അതായത് അതിലുള്ള പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് കൂടിച്ചേർന്നിട്ട് മിസൽസ് എന്ന് പറയുന്ന ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സോപ്പ്. നമ്മൾ സോപ്പ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അതൊരു കൊളോയിഡായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. അവിടെ നോർമൽ ഇലക്ട്രോലൈറ്റ് ആണ്. എന്നാൽ സോപ്പിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സോപ്പ് സോപ്പ് പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് മിസൽസ് എന്ന് പറയുന്ന കൊളോയിഡൽ ഫോം ആയിട്ട് മാറുന്നു. ഇതാണ് മിസൽസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മിസൽസ്. ഇവിടെ ഈ മിസൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ലോവർ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആണ്, കൊളോയിഡ് ആയിട്ട് മാറുന്നില്ല. മിസൽസ് ഫോം ചെയ്യണമെങ്കിൽ അതൊരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലും കൂടുതലാവണം. അവിടെ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? മിസൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടായാൽ മാത്രമേ മിസൽസ് ഫോം ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള കോൺസെൻട്രേഷന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ. എന്താണ് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ?
CMC. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മീസൽസ് ഫോം ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിന്റെ കൂടുതൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, മീസൽ ഫോമേഷൻ നടക്കുന്നുള്ളൂ. ആ കോൺസെൻട്രേഷന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ CMC. ഓക്കെ, ഇനി ഇവിടെ മീസൽ ഫോമേഷൻ നടക്കാൻ കോൺസെൻട്രേഷൻ മാത്രം കൂടിയാൽ പോരാ, ടെമ്പറേച്ചറും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. എന്താണ്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, TK. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദ ഫോർമേഷൻ ഓഫ് മിസൈൽസ് ടേക്സ് പ്ലേസ് ഓൺലി എബോവ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ഡാഷ്. എന്താണ്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, TK. ഓക്കെ, അപ്പൊ എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് മിസൈൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ്, അല്ലേ? ദ ഫോർമേഷൻ ഓഫ് മിസൈൽ ടേക്സ് പ്ലേസ് ഓൺലി എബോവ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിലും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, മിസൈൽ ഫോർമേഷൻ നടക്കുന്നുള്ളൂ. അതുപോലെ കോൺസെൻട്രേഷനും ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മിസൈൽ ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ആ കോൺസെൻട്രേഷന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷൻ ഓർ CMC. അപ്പൊ എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, എന്താണ് CMC എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മിസൈൽ ഫോർമേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, മെക്കാനിസം ഓഫ് മിസൈൽ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസോസിയേറ്റഡ് കൊളോയിഡിന് അല്ലെങ്കിൽ മിസൈലിന് ഏറ്റവും നല്ല എക്സാമ്പിൾ സോപ്പ് വാട്ടറാണ്, അല്ലെങ്കിൽ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് മിസൈൽ ഫോർമേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ആണ്, RCOONA. ഓക്കെ, RCOONA ആണ്. ഇവിടെ ഈ R എന്ന് പറയുന്നത് ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിനിനെയാണ് നമ്മൾ R എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പൊ R, ഈ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിനെ നമ്മൾ R എന്ന് കൊടുത്തു. RCOONA, ഇതാണ് സോപ്പ്. ഇവിടെ ഈ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നോൺ പോളാർ ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആണ്. ഓക്കെ, വാട്ടർ ഹേറ്റിംഗ് ആണ്. എന്നാൽ COO- അത് വാട്ടർ ലവിങ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആണ്, പോളാർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നോൺ പോളാർ പാർട്ടും പോളാർ പാർട്ടും അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള മോളിക്യൂളിന് പറയുന്ന പേരാണ് സർഫസ് ആക്റ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ സർഫാക്റ്റന്റ് മോളിക്യൂൾ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ പാർട്ട്, അല്ലെ? ഈ പാർട്ട് എന്താണ്? ഹൈഡ്രോഫോബിക് ടെയിൽ, അല്ലെ? ഹൈഡ്രോഫോബിക് ആണ്. അപ്പൊ ടെയില് നോൺ പോളാർ ആണ്, ഹൈഡ്രോഫോബിക് ആണ്. എന്നാൽ ഹെഡ് എന്താണ്? COO- എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. അപ്പൊ നമ്മൾ ഈ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ലോവർ കോൺസെൻട്രേഷനിൽ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RCOONA അത് ഡിസോസിയേറ്റ് ചെയ്ത് RCOO- Na+ഉമായിട്ട് മാറും. RCOO- Na+ഉമായിട്ട് മാറും. ഓക്കെ, ഇവിടെ അപ്പൊ ആ സൊല്യൂഷനിൽ RCOO-ന്റെയും Na+ന്റെയും പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൊല്യൂഷൻ ഒരു നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, COO- Na+ ഉണ്ട്. അതുകൊണ്ട് നമുക്കതൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ RCOO- കേസ് നമ്മൾ പറഞ്ഞു, R എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്, എന്നാൽ COO- ഹൈഡ്രോഫിലിക് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയായിരിക്കും ഈ ഇലക്ട്രോലൈറ്റിൽ തന്നെ COO- ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെ അത് വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ R എന്ന് പറയുന്ന ഭാഗം ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് അത് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ സോപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. നമ്മൾ സോപ്പ് വീണ്ടും അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് ക്രിട്ടിക്കൽ മിസൈൽ കോൺസെൻട്രേഷനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ എന്ത് ഫോം ചെയ്യും? അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യും, അല്ലെ? ഈ ആനയോണുകൾ എന്ത് ചെയ്യുന്നു? അഗ്രിഗേറ്റ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു, കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് അതൊരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു അഗ്രിഗേറ്റ് ആയിട്ട് മാറുന്നു, ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് മിസൈൽസ്. ഓക്കെ, എന്താണ്? മിസൈൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ലോവർ കോൺസെൻട്രേഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം
ഈ ഹെഡ് പോർഷൻ എന്താണ്, ഹെഡ് പോർഷൻ എന്താണ്, ഹൈഡ്രോഫിലിക് ആണ്, വാട്ടർ ലവിങ് ആണ്. അതുകൊണ്ട് തന്നെ അത് വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെഡ് പോർഷൻ വാട്ടർ ലവിങ് ആയതുകൊണ്ട് വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ ഈ ടെയില്, ഈ ഹൈഡ്രോ കാർബൺ പാർട്ട് എന്താണ്, ഹൈഡ്രോഫോബിക് ആണ്. അതുകൊണ്ട് തന്നെ അത് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ലോവർ കോൺസെൻട്രേഷനിലാണ്. എന്നാൽ ഇവിടെ സോപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷനേക്കാളും കൂടിയാൽ എന്താണ് സംഭവിക്കുക, ഈ ആനയോണുകൾ എന്ത് ചെയ്യുന്നു, ആനയോൺസ് ആർ അട്രാക്റ്റഡ് ടു ദ ബൾക്ക് ഫേസ്. ഇത് ബൾക്ക് ഫേസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അട്രാക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു അഗ്രിഗേറ്റ് ആയിട്ട് മാറുന്നു. അഗ്രിഗേറ്റ് ആയിട്ട് മാറുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്. ഈ നോൺ പോളാർ പാർട്ട്, അതായത് ആർ എന്ന് പറയുന്ന ഭാഗം ഉള്ളിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അത് ഉള്ളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. COO- എന്ന് പറയുന്ന പോളാർ പാർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയ പാർട്ട് പുറത്തേക്ക് വാട്ടറിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ COO- പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഹൈഡ്രോഫോബിക് ആയ ടെയില് ആറും എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നു, ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് അയോണിക് മീസൽസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അയോണിക് മീസൽസ് അല്ലെങ്കിൽ മിസൽ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് RCOONA അല്ലെങ്കിൽ RCOOK. ഇവിടെ ഈ R എന്ന് പറയുന്ന ഈ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ പാർട്ട് അത് നോൺ പോളാർ ആണ് അല്ലെങ്കിൽ ലയോഫോബിക് ആണ്. എന്നാൽ COO- ലയോഫിലിക് ആണ്. ഇനി ഇവിടെ ലയോഫോബിക് പാർട്ടും ലയോഫിലിക് പാർട്ടും ഒരുമിച്ച് വന്നത് അറ്റാച്ച് ചെയ്ത് വരുന്ന മോളിക്യൂൾ ആയതുകൊണ്ട് നമുക്കതിനെ സർഫസ് ആക്റ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ സർഫാക്റ്റൻ മോളിക്യൂൾ എന്ന് വിളിക്കാം. ഇനി നമുക്ക് മിസൽ ഫോർമേഷൻ്റെ മെക്കാനിസം നോക്കാം. എങ്ങനെയാണ് മിസൽസ് ഫോം ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ സോപ്പായിട്ട് സോഡിയം സ്റ്റീറേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ R എന്ന് പറയുന്ന ഈ ടെയിൽ ഭാഗം അല്ലെങ്കിൽ ഈ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ പാർട്ട് ലയോഫോബിക് ആണ്. എന്നാൽ COO- എന്ന് പറയുന്ന ഭാഗം എന്താണ്, ലയോഫിലിക്കുമാണ്. ഓക്കെ, ഇനി നമ്മൾ വാട്ടറിലേക്ക് സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ സമയത്ത് വാട്ടറിലേക്ക് നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്താൽ ഇവിടെ ഈ സോപ്പ് ഡിസോസിയേറ്റ് ചെയ്ത് RCOO- Na+ഉമായിട്ട് മാറുന്നു. അപ്പോൾ RCOO-ൻ്റെയും Na+ൻ്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ട് അതൊരു നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇവിടെ ഈ ആനയോൺ RCOO- എങ്ങനെയാണ് അവിടെ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ലയോഫിലിക് എൻഡ് അതായത് COO- വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ ലയോഫോബിക്കായ ടെയിൽ പാർട്ട് പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ കോൺസെൻട്രേഷൻ ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷനേക്കാളും കൂടിയാൽ ഈ ആനയോൺ ബൾക്ക് ഫേസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ലോവർ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ ഈ ആനയോൺസ് ബൾക്ക് ഫേസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ബൾക്ക് ഫേസിൽ വെച്ച് ഇത് നോൺ പോളാർ പാർട്ട് ഉൾഭാഗത്തേക്കും പോളാർ പാർട്ട് അതായത് COO- പുറത്തേക്കും പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു അഗ്രിഗേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ അഗ്രിഗേറ്റ്സിനെയാണ് അയോണിക് മീസൽസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലിൻസിങ് ആക്ഷൻ ഓഫ് സോപ്പാണ്. സോപ്പ് എങ്ങനെയാണ് തുണികളിൽ നിന്ന് ഡേർട്ടി മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഡേർട്ടിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലിൻസിങ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെയും മിസൽ ഫോർമേഷന്റെ മെക്കാനിസം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഡേർട്ട് ഇതൊരു ഓയിലി നാച്ചുറുള്ള ഗ്രീസ് ആണ്, ഒരു ഓയിലി നാച്ചുറുള്ള ഡേർട്ടാണ്. അപ്പോൾ നമുക്ക് സോപ്പിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഹൈഡ്രോഫോബിക് ആയ ടെയിലും ഒന്ന് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡുമാണ്. ഈ ഹൈഡ്രോഫോബിക് ആയ ടെയില് ഇതെന്ത് ചെയ്യുന്നു, ഓയിലി നാച്ചുറൽ ഈ ഭാഗവുമായിട്ട് ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടെയില് ഓയിലി നാച്ചുറൽ ഈ സബ്സ്റ്റൻസിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് പോർഷൻ പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെ ഇവിടെ സോപ്പ് ഒരു മിസൽ ഫോർമേഷൻ നടക്കുന്നു. എവിടെ? ഈ ഡേർട്ടിൽ അല്ലെ, ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലുള്ള ഈ ഡേർട്ടി മെറ്റീരിയലിൽ സോപ്പ് ഒരു മിസൽ ഫോർമേഷൻ നടക്കുന്നു.
ഇവിടെ എങ്ങനെയാണ് മിസൽസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഹൈഡ്രോഫോബിക് പാർട്ട് ഓയിലിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ഗ്രീസിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. ഹൈഡ്രോഫിലിക് പാർട്ട് പുറത്തേക്ക് പ്രോജക്ട് ചെയ്ത് നിൽക്കുന്നു അല്ലെ. ഇനി ഈ പുറത്തേക്ക് പ്രോജക്ട് ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രോഫിലിക് പാർട്ടിന് വാട്ടറുമായിട്ട് ഇന്ററാക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇതെന്താ സംഭവിക്കുന്നത്? ഇത് വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഡേർട്ടി മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഒന്ന് കാണാം. സോപ്പിന്റെ ക്ലിൻസിങ് ആക്ഷനിൽ മിസൽ ഫോർമേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഇവിടെ ഈ ക്ലോത്തിലുള്ള ഗ്രീസ് അല്ലെങ്കിൽ ഡേർട്ട് ഇത് ഓയിലി നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. അതിലേക്ക് സോപ്പ് വന്ന് മിസൽ ഫോർമേഷൻ നടത്തുന്നു. ഇവിടെ ഹൈഡ്രോഫോബിക് ആയ ഹൈഡ്രോകാർബൺ പാർട്ട് ടെയിൽ പോർഷൻ ഓയിലിലേക്ക് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിന് ഓയിലി നാച്ചുറലുള്ള ഗ്രീസുമായിട്ട് ഇൻട്രാക്ഷൻ കൂടുതലാണ്. എന്നാൽ ഹൈഡ്രോഫിലിക് പാർട്ട് വാട്ടറിലേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നു. വാട്ടറിലേക്ക് ഇൻട്രാക്ഷൻ കൂടുതലുള്ള ഈ ഹൈഡ്രോഫിലിക് പാർട്ട് വാട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഈ ഗ്രീസിനെ ക്ലോത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സോപ്പിൻ്റെ ക്ലിൻസിങ് ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.